അർജുനെ ഞാൻ വിളിച്ചായിരുന്നു, എടുത്തില്ല. ആ 30,000 കിട്ടിയായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ ഇപ്പം നിന്റെ നാട്ടിലുണ്ട്, ഒന്ന് തിരിച്ചു വിളിക്കണേ. സാറേ, ഞാൻ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് നാട്ടിലില്ലേ, പുറത്താ. സാറേ, കുറച്ചുകൂടെ സാവകാശം തന്നാൽ ഞാൻ അടച്ചു തീർക്കാം. വിളിക്കാം. ശരി സാറേ. എന്താടാ? അതിലും പഴയൊരു സാധനം അവിടെ ഇരിപ്പുണ്ട്, ദിവാകരൻ. വെച്ചിട്ട് പോടാ ചേട്ടാ. ഒരു ലൈറ്റ്സ്. മോനെ, ലൈറ്റ്സിന് വില കൂടി കേട്ടാ. ദാരിദ്ര്യം ഓർമ്മിപ്പിക്കാതെ താഴട്ടാ. ചേട്ടാ, ഒരു സിഗരറ്റ്. സിഗരറ്റാ? കിയാമത്ത് നാൾ അടുത്തല്ല. സിഗരറ്റാ വേണ്ട? ഗേൾസ് വലിക്കുന്ന ഒരെണ്ണം. ഗേൾസ് വലിപ്പിക്കാറില്ലോ. വാട്ട് ഡിഡ് യു സേ? ഞാനൊന്നും പറഞ്ഞില്ല. ഗേൾസ് വലിക്കണം. ഇന്ത്യ ഫ്രീഡം ഉള്ള രാജ്യമാണല്ലോ. വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ? വലിക്കണം. വലിക്കും. ഇയാള് പറഞ്ഞത് മതി എനിക്കും. ലൈറ്റ്സാ? അതൊന്നേ ഉള്ളൂ. അതെനിക്ക് വേണം. അയ്യോ കുട്ടി, എനിക്ക് സ്ട്രെസ് വന്നതിന് എന്നെ ലൈറ്റ്സേ വലിക്കത്തുള്ളൂ. താനൊന്നും വലിക്കണ്ട. അയ്യോ കുട്ടി, എനിക്ക് ലൈറ്റ്സ് തന്നെ വലിക്കണം. വലിച്ചോ. കുട്ടി, വേറെ ഒരുപാട് സിഗരറ്റുകളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് വലിച്ചാൽ പോലെ. ലൈറ്റ്സ് തന്നെ വലിക്കണോ? താങ്ക് യു ചേട്ടാ. കുട്ടി, നമുക്കത് കട്ടടിച്ചാലോ? കട്ട് വലിക്കാനാ? പോട കള്ള. പാന്റ് ഷർട്ട് ഇൻ ചെയ്ത് ഇറങ്ങിയേക്കോ. മോനെ, ഒരു ചൈനീ കൈനിയുടെ സ്ട്രെസ്സിന് ബെസ്റ്റാ. പോയട്ടെ അവിടുന്ന്. ഞാൻ ഓരോടെ ഉള്ളൂ. കുട്ടി, ഞാൻ പറയുന്നു കേക്ക്. കുട്ടി, ലൈറ്റ്സ് വലിച്ചില്ലെങ്കിൽ എനിക്ക് സ്ട്രെസ് കൂടും. കുട്ടിക്ക് വേണമെങ്കിൽ ഞാൻ കിങ്സ് വാങ്ങി തരാം. കുട്ടി, കട്ട് വലിക്കാന്ന് പറഞ്ഞാൽ ഒരു പുക താൻ എടുക്കുന്നു, അടുത്ത പുക ഞാൻ എടുക്കുന്നു. എന്ന് വെച്ചാ തന്റെ ചുണ്ടി വെച്ചിട്ട് പിന്നെ ഞാൻ എന്റെ ചുണ്ടി വെക്കണോ? എന്റെ പൊന്നുകുട്ടി, ഞാൻ ലിപ്ലോക്ക് ഒന്നും അല്ലല്ലോ ചോദിച്ചത്. ഒന്ന് സഹകരിക്കേ. തനിക്ക് ഈ സിഗരറ്റ് തന്നെ വലിക്കണം എന്തെത്ര നിർബന്ധം? കുട്ടി, ഓരോരുത്തർക്കും ഓരോ ശീലമല്ലേ. എനിക്ക് വേറെ തന്നെ സിഗരറ്റ് ആണെങ്കിൽ ഓക്കാനും വരും. പിന്നെ എന്തിനാണോ ഇതൊക്കെ വലിച്ചു കിടന്ന് ചാവുന്നത്? കയ്യിലിരിക്കുന്ന സിഗരറ്റ് തന്നെയല്ലേ, കോലൂട്ടായൊന്നും അല്ലല്ലേ. എനിക്ക് വലിക്കണം. അതെ, പൊതുസ്ഥലത്ത് ഇതൊക്കെ ശിക്ഷാർഹമാണ്. ഫൈൻ കിട്ടും. എന്തൊരു കഷ്ടം. കത്തിക്കുന്ന എങ്ങനെ? കല്ലിട്ടോരാ. നമ്മളെ പൂർവകന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മള് ന്യൂജന്. അടുപ്പിക്ക്. അല്ലേ താൻ കത്തിച്ചോ? ഇതെന്തോന്ന്? ചുണ്ടിലുള്ള എല്ലാ ലിപ്സ്റ്റിക്കും ഇതിലുണ്ടല്ലോ. എന്നാ താൻ വലിക്കണം. തനിക്കെന്തോ ഇത്ര സ്ട്രെസ്? എനിക്കാണെങ്കിൽ ഇതിന്റെ മണം പോലും ഇഷ്ടമല്ല. പിന്നെ എന്തിനാ ഇയാൾ ഇത് വാങ്ങിച്ചത്? ഞാൻ വാങ്ങിച്ചു വലിച്ചാനല്ലോ. എനിക്ക് ദേഷ്യം വന്നിട്ടോ. എന്തിനാണോ ദേഷ്യം വന്നേ? എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒന്നേ ഉള്ളായിരുന്നു. ഞാണ്ടല്ലോ ഒന്നും കൂടി. എന്താ പറ്റി? വല്ല മാരക അസുഖം വന്ന് മരിച്ചു പോയോ? ഇല്ല, പക്ഷെ ഞാൻ അവരെ കൊല്ലും. അയ്യോ, അപ്പൊ എന്തോ വലിയ പ്രശ്നമുണ്ടല്ലോ. എന്താ പ്രശ്നം? പ്രശ്നം അല്ല, ഞാനിതൊക്കെ എന്തിനാ തന്നോട് പറയുന്നത്? എല്ലാം അറിയണോ? തനിക്കെന്തോ സ്ട്രെസ്? തനിക്കും എല്ലാം അറിയണോ? ഇയാളെന്തോ അലാറം വെച്ചെന്നെ വിളിക്കുന്ന കണ്ട. ഇതൊക്കെയാണ് എന്റെ പ്രശ്നം. ഇതുപോലെ ഒരുപാട് ഏട്ടന്മാരുണ്ട്, കാശ് വയ്ക്കാൻ വേണ്ടി വിളിക്കും. So you are rich? No, they are rich. ഞാനാണ് കാശ് വാങ്ങിച്ചത്, തിരിച്ചു വയ്ക്കാൻ വേണ്ടി വിളിക്കുന്നേ. അപ്പൊ ഫിനാൻഷ്യൽ പ്രോബ്ലം ആണല്ലേ? അതെ. Actually, you know, money can't buy happiness. അച്ഛൻ എന്താ ജോലി? അച്ഛന് ഗോൾഡിന്റെ ബിസിനസ്സാ. 3 ഷോപ്പൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ തനിക്ക് ആ തത്വം അടിക്കാം. എന്റെ അച്ഛന് വാർക്കപ്പണിയാണേ, അപ്പൊ എനിക്ക് ആ തത്വം അടിക്കാൻ പറ്റില്ല. എനിക്ക് കാശ് വേണം. അല്ല, തന്നെ വീട് ഇവിടെ തന്നെയാണോ? ഞാനൊരു ഇന്റർവ്യൂവിന് വേണ്ടിട്ട് വന്നാ. രാത്രി 8:30 ട്രെയിൻ ഉണ്ട്, തിരിച്ചു പോണം. ഓ, ഇന്റർവ്യൂ. അപ്പൊ പണി കിട്ടുമല്ലോ? പണി ഒരുപാട് കിട്ടിയോണ്ടാണ് ഈ പണിയപ്പോ ഇറങ്ങിയത്. കിട്ടുമായിരിക്കും. അല്ല, തന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം ഒന്നും പറഞ്ഞു? കപ്പിളാക്കളെ ഇങ്ങ വന്നാലും എന്തോന്ന്? കമിതാക്കളെന്നായിരിക്കും. തനിക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ? ഇത് കുട്ടായിപ്പാ. ഞാൻ ഇത്തിരി വിശ്വാസിയാണേ. ഒന്നാമത്തെ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഇരിക്കുക. ഞാൻ ഭാവി വർത്തമാനം ഈ ഭൂതം പറയും.
അല്ല, ഭൂതം ഭാവി വർത്തമാനം ഈ ഞാൻ പറയും. ജലസ്വാമി. ഇയാളാണ് ഈ നൃത്തം ചെയ്യുന്ന സ്വാമി. അത് ബാബുസ്വാമി, ഇത് ജലസ്വാമി. വിദ്വാന്റെ മുഖം കണ്ടാൽ അറിയാം നല്ല ബുദ്ധിമുട്ടിലാന്ന്. കണ്ടാ? എന്ത് കണ്ട? നിന്റെ മോന്ത കണ്ട അപ്പ തൊട്ട് എനിക്ക് ബുദ്ധിമുട്ടാ, പിന്നല്ലേ അയാൾക്ക്. വിദ്വാന്റെ സ്റ്റാർ ഏതാ? ക്രിസ്മസിന് തൂക്കിയതാണോ സ്വാമി? ഐ, നക്ഷത്രം. ചോതി. ജ്യോതി 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 ജ്യോതിയിൽ കുക്കുടാസനം. ഇനിയും കഷ്ടകാലം കാണുന്നു. ഓ, ഇനിയും കഷ്ടമാലോ? ഇനിയും കഷ്ടകാലം വന്നാൽ ഞാൻ അധിക കാലം കാണൂല സ്വാമി. ഈ വിധിക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? പ്രതിവിധി? ദേവുടാ ദേവുടാ ഏഴുമല ദേവുടാ, ചൂടുടാ ചൂടുടാ. ഉഫ്, എന്തൊരു ചൂടാ. എടാ, ഇതേതോ തമിഴ് പാട്ടല്ലേ? ചുമ്മാ കേക്ക്. ജലസ്വാമി ജലത്തിന്റെ 8 അടി താഴ്ചയിൽ പോയിട്ട് ഇക്കിളിയാന്ന് പറഞ്ഞൊരു മീന്റെ തോല് തൊലിച്ച് പിഴുതുണ്ടാക്കുന്ന ഒരു ചരട്. അത് കെട്ടിയാൽ താങ്കളുടെ പ്രശ്നങ്ങൾ പമ്പ റിവർ അടക്കം കടക്കും. അല്ല സ്വാമി, അതിന് എത്ര രൂപയാവും? 5000 രൂപയാണ് വില. വിദ്വാനായോണ്ട് 4500 ഉറപ്പിക്കാം, ഇൻക്ലൂഡിംഗ് വാട്ടർ ടാക്സ്. ഒരു 4500 തരുമോ? പിന്നെ തരാം. എടോ, ഇതൊക്കെ തട്ടിപ്പോണോ? നിക്ക്, തന്റെ ആസനം അവിടെ. ഇതായിരിക്കണു എടാ, ഇവര് മറ്റേ താമസിക്കുന്ന സ്ഥലം എന്ത്? ആശ്രമം. ആ, ആശ്രമം അവിടെ. ആശ്രമം മൈതാനം. തനിക്ക് എന്തൊക്കെ അറിയണം? ഏതായി തൈവള്ളി? തന്റെ ഒരു വള്ളിയും വേണ്ട, ചണ്ടും വേണ്ട. എനിക്ക് വൃത്തിയിലാക്കാൻ വന്നിരിക്കോ? ജലസ്വാമിയെ ജലസാക്കിയ ശാപം കിട്ടും. പോടാ. 1500 രൂപ പറഞ്ഞു മതിയായിരുന്നു. പുല്ല്. അതെ, വിശ്വാസം ആവാം, പക്ഷെ അന്ധവിശ്വാസം ആവരുത്. ഓ, താ മറ്റേതല്ലേ? മറ്റേതോ? എസ്തെറ്റിക്ക്. ഏത്തിസ്റ്റ്. ദാറ്റ്സ് ഇറ്റ്. അല്ല, പേര് പറഞ്ഞില്ലല്ലേ? ആ പേര് പൊട്ടി തെണ്ടി ചെറ്റ്. അതെടുത്തിട്ട് വിളി, എന്നാലേ അയാളെ കേക്കൂ. ആയി, അവൻ കേക്കണ്ട, എനിക്ക് ഇഷ്ടമല്ല അവന്. ഇതാണോ നേരത്തെ പറഞ്ഞ ബോയ് ഫ്രണ്ട്? ആ, അവൻ തന്നെ. അല്ല, അവൻ എന്താ ശരിക്കും തന്നോട് ചെയ്തേ? അവൻ ഹലോ ഹലോ, ഇത് ഹരിയല്ലേ? പേര് വിളിക്കുന്ന കഴിവറ മോനെ. അയ്യോ, എന്റെ മോള് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് വിളിച്ചതാ. അയ്യോ, അച്ഛൻ. അപ്പൊ എന്റെ അച്ഛൻ. അച്ഛനാ പോടാർക്ക, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രയും പെട്ടെന്ന് നിർത്തണം. That's all. നിർത്താനോ? അച്ഛൻ, ഇത് പാനിന്റെ ലവ് ആണ്. പാനിന്റിനൊക്കെ ഫ്ലോപ്പ് ആവുന്ന കാലമല്ലേ ഇത്. നിനക്ക് ഞാൻ കുറച്ച് പൈസ തരാം, നിനക്ക് ഇതിന്ന് പിന്മാറാൻ പറ്റുമോ? പൈസയോ? എത്ര രൂപ തരും? ഒരു 2 ലക്ഷം രൂപ തരാം. 250 ഈ ബ്ലോക്ക് ചെയ്തേക്കാം. എന്നാലും 250 ഉള്ളതേ ഉള്ളൂ. ബ്രെയിൻലെസ്. ഇതിപ്പോ 20ാമത്തെ മിസ് കോളാ. ഇതിന്റെ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി ഞാൻ സിഗരറ്റ് വലിക്കാൻ പോയത്. ഡിപ്രഷൻ? ഇവിടെ അടുത്ത 30,000 രൂപ തരാനുണ്ട്. അതാര്? ഇവിടെ ഉള്ളൊരു കൂട്ടുകാരൻ തന്നെ. എന്നിട്ട് തന്നില്ലേ? വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ? ഇന്റർവ്യൂ കഴിഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് തിരിച്ചു വന്നും പറഞ്ഞിരുന്നേ. ഓ, അതൊരു ചായ വാങ്ങിച്ചു തരുമോ? തലവേന എടുക്കുന്നു. ബാ, ചായയുടെ ബണ്ണും മേടിച്ചു തരാം. പിടിപിടി. ശരിക്കും പറഞ്ഞ ബൺ മസ്ക് ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കണം. അല്ല, ഇതിന്റെ ട്രെൻഡ് ഇതുവരെ തീർന്നില്ല. ഒന്നും തീരുന്നില്ല മിസ്റ്റർ. എന്നിട്ട് തന്റെ പ്രേമം തീർന്നില്ലേ? ഞാൻ തന്റെ ദാരിദ്ര്യം പറഞ്ഞ് വിഷമിപ്പിക്കും കേട്ടോ. അയ്യോ വേണ്ട. ലവ് മണി, ഇത് രണ്ടിനെ പറ്റി നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇത് നമ്മളെ ചീത്തയാക്കും. കറക്റ്റ്. അല്ല, തന്റെ പേരെന്തുവാ? അയ്യോ, ഞാൻ പേര് പറഞ്ഞില്ലായിരുന്നില്ലേ? രാഹുലേട്ടാ, എനിക്ക് പെട്ടെന്നൊരു മരണം കയറി വന്നേ. ഞാൻ അങ്ങോട്ട് വിളിച്ചാ മതിയോ? താങ്ക്സ് ഏട്ടാ. പൊട്ടം വിശ്വസിച്ച്. വേണോ? അത് എന്റെ ഗേൾ ഫ്രണ്ടാന്നൊന്നും പറയല്ലേ. എനിക്ക് അത്ര ദാരിദ്ര്യമൊന്നുമില്ല. ഓക്കെ, താങ്ക്സ്. ഇവനെന്താ വയ്യേ? അസുഖം വല്ലതും ഉണ്ടോ? ഹലോ, ക്ഷീണിച്ചോ അല്ലോ. ഇതാണോ നിന്റെ ചത്തോയ ചിറ്റമ്മ? പെട്ടെന്നള്ളി മരണം കയറി വന്നേ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് ചേട്ടാ എങ്ങനെ അറിഞ്ഞു? നിന്റെ വീട്ടിൽ പോയപ്പോ നിന്റെ അമ്മ പറഞ്ഞു. എന്റെ 10,000 രൂപ വാങ്ങിക്കാൻ വേണ്ടിട്ടാണോ ചേട്ടാ അവിടെ നിന്ന് 5,000 രൂപ എണ്ണ അടിച്ച് ഇവിടെ വന്നേ? എന്റെ 10,000 വാങ്ങാനേ ഞാൻ ലക്ഷങ്ങളും മുടക്കും. ചുമ്മാരി ചേട്ടാ, എനിക്ക് ഇവിടുന്ന് ഒരാൾ കാശ് തരാനുണ്ട്, പക്ഷെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അത് കിട്ടിയ ഉടനെ ചേട്ടന് തരാം. നീയൊക്കെ കാശ് ചോദിക്കുമ്പോ അണ്ണാന്നും വിളിച്ചു വരും, എന്നിട്ട് തിരിച്ചു ചോദിക്കുമ്പോ കുറ്റവും പറഞ്ഞു വരും. നീ വന്നേ. എന്തിനാ? വാ ചേട്ടാ, ഇവിടെ വെച്ച് നാണം എടുത്തല്ല, 5,000 എക്സ്ട്രാ തരാം. അതാരത്? അത് ട്രീ. ട്രീ അല്ല, ട്രീയുടെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ.
ഡെലൂലു എന്നെല്ലാം പറഞ്ഞാലോ. വഴിന്ന് കിട്ടിയതാ. വഴിന്നാ? നീ ഏത് വഴിയാടാ സഞ്ചരിക്കുന്നത്? എനിക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ. അണ്ണ അത് നേർവഴി. അണ്ണ ഇപ്പൊ പോ, ഞാൻ കാശ് എത്തിക്കാം. എനിക്ക് നാളെ കിട്ടണം. തരാം. ബോയ് ഫ്രണ്ട് ഉണ്ടോ അവക്കാ? ഇല്ല. പേരെന്തു? പേര് തുമ്പി. ഹായ് തുമ്പി. ഹായ് തന്നടാ. തുമ്പിയൊക്കെ ഉണ്ട്, ഞാൻ കല്ലെടുപ്പിക്കണോ? വേണ്ട, അവള് ചെരിപ്പെടുക്കുന്ന ടൈപ്പ്. അണ്ണ ഇപ്പൊ പോ, ഞാൻ പൈസ തരാം. രാവിലെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കണേ. പരിചയപ്പെടുത്താം. റിച്ചാന്ന് പറയണേ. ബൈ ബൈ തുമ്പി, പറഞ്ഞു പോവല്ലേ. പടാ. ആരാ തുമ്പി? അതൊരു പ്രാണിയാ. അതെ, നിനക്ക് കാശ് തരാനുള്ളവനോട് ഇതുപോലെ ചോദിച്ചൂടെ? കാശ് കൊടുക്കുന്നല്ലോ, തിരിച്ചു ചോദിക്കുന്നത് ഭയങ്കര മോശമല്ലേ? അപ്പൊ അയാൾ നിന്നോട് ചോദിച്ചതോ? അത് ഞാൻ അയാൾക്ക് കാശ് കൊടുക്കാനില്ലേ? ആ, അതുപോലെ നിനക്ക് ഒരാൾ പൈസ തരാനില്ലേ? അപ്പൊ നിനക്ക് ചോദിച്ചൂടെ? അത് ന്യായം. ആ, അവന്റെ വീടറിയാവോ? ഏകദേശം. ബാ പോവാം. അതെ, ഞാനും താനും തമ്മിൽ വലിയ പരിചയമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ ഇതൊക്കെ? നീ ഇങ്ങോട്ട് വാ നോക്കാം. പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അയ്യോ, വെളിച്ചട്ട എടുത്തില്ലല്ലോ നീ. തിരക്കായിരുന്നറാ. എന്താടാ കാര്യം? കാര്യം നിനക്ക് അറിഞ്ഞൂടാ. ഇവന് കൊടുക്കാനുള്ള പൈസ കൊടുക്ക്. കാശ്? നിനക്ക് ഞാൻ കുറച്ച് കാശ് തരണ്ടല്ലേ? കുറച്ചാ? 30,000 ഒക്കെ എനിക്ക് ഭയങ്കര വലുതാടാ. 30,000? അടുത്ത ആഴ്ച തരാളിയാ. അടുത്ത ആഴ്ച തരാം. അടുത്ത ആഴ്ച ഒന്നുമില്ല, ഇപ്പൊ തന്നെ കൊടുക്ക്. ഇവളെ ഏതാണ് ഇവള്? ഒരു സ്ട്രേഞ്ചറാ, ഫ്രണ്ടാ. അളിയ അടുത്ത ആഴ്ച സെറ്റ് തരാം. ഈ ഫോർച്യൂണർ തന്റെ അല്ലേടാ? അതെന്റെ ഒന്നുമല്ല, ഡാഡിയുടെ ആണ്. എന്താ ഡാഡിയുടെ നിന്ന് മേടിച്ചാ? എന്റെ ഡാഡി അറിഞ്ഞോണ്ടല്ലേ. ആ, അറിയട്ടെ, എല്ലാരും അറിയട്ടെ. എല്ലാരും അറിയാനോ? ഇന്ന് നഷ്ടം കളിക്കാതെ പൈസ കൊടുക്കടാ. എന്റെ ഫുൾ ഒന്നുമില്ല. ഹാഫ് ഉണ്ടോ? ആ, എന്നാ അതായിക്ക്. കിട്ടിയില്ലേ? എന്റെ അച്ഛന് കുറെ പേര് പൈസ കൊടുക്കാണ്ടേ, ഒന്ന് നാട്ടിലോട്ട് വരുമോ? അപ്പൊ ബാക്കി ഹാഫ് അടുത്ത ആഴ്ച. ഇല്ലെങ്കി മോനെ. ഇല്ലെങ്കി കണക്ഷൻ പോയി. വാ പോവാം. താങ്ക്സ് ഉണ്ട് കേട്ടാ. കണ്ട, വാങ്ങാനുള്ളതും കൊടുക്കാനുള്ളതും വെച്ചോണ്ടിരിക്കരുത്. ഇതുപോലെ അങ്ങ് ഡീൽ ചെയ്തേക്കണം. ആണോ? ആ, എന്നാ തന്റെ ബോയ് ഫ്രണ്ടിനെ വിളി. അവനുള്ളത് ഞാൻ കൊടുക്കും. നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. അങ്ങനെയുണ്ട്. അത് വേണോ? അന്ത എന്റെ കാര്യത്തിൽ കണ്ടിച്ചോറു, തന്റെ കാര്യത്തില്ലാത്ത. ബാ കേറ്. അതെ, അവനെ കൊണ്ട് ഞാൻ വൈകിട്ട് ആവണമെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്തേക്കണേ. ഏറ്റു. എന്റെ കൈ നോവേ. പോട്ടെ. മോളു മോളു, ഇതാണോ? ഞാൻ വിളിച്ചിട്ട് എന്താ എടുക്കാഞ്ഞ്? ഞാൻ ഉണ്ടില്ല, ഉറങ്ങിയില്ല, എന്തിനാ കുളിച്ചില്ല? നീ അല്ലെങ്കിൽ കുളിക്കാറില്ലല്ലോടാ നാറി. ഇതേതാ ഈ അങ്കിള്? എന്നെ പോലെ ഒരു യൂത്തം പോയിട്ടാണ് നീ അങ്കിളിനെ പിടിച്ച് മാമനോട് പിടിവിടാൻ പറ. നോവണു. വിട് 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 വിട്. എന്റെ അച്ഛൻ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എന്റെ അച്ഛന് മനസ്സിലായി നീ ഒരു ഫ്രോഡാന്ന്. നിന്റെ അച്ഛന് ഫ്രോഡാ? പറഞ്ഞ പൈസ വന്നില്ലെന്നേ, വിളിച്ചിട്ട് എടുത്തില്ല. അടിക്കണം, എനിക്ക് അവന്റെ ചെപ്പ് നോക്കി അടിക്കണം. മോള് ഞാൻ വിചാരിച്ച അച്ഛന്റെ പ്രാങ്കാന്ന്. ആ, അടിക്കില്ലേ അടിക്കില്ലേ അടിക്കില്ലേ. എന്താ മോളു? പണ്ടാരക്കാലം എന്തൊരു ഹൈറ്റ് ഒന്ന് താത്താടാ. രാത്രി പാലത്തിനടിക്കാൻ കുടിച്ചെന്ന് പറഞ്ഞാൽ മോശമല്ലേ? യെസ്, പെൺസീന. വേഗം പോ, ട്രെയിൻ മിസ്സാവും. അല്ല, ശരിക്കും താനാരാ? അപ്പൊ ഓക്കെ അല്ലേ? ഇനിയെങ്കിലും എന്നെ പോലത്തുള്ള നല്ലവന്മാരെ പ്രേമിക്കും. അയ്യ, ഇയാള് മര്യാദക്ക് ആദ്യം കട കൊടുക്കാനും മേടിക്കാനൊക്കെ പഠിക്കും. താൻ എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഡെസ്പായി പോയനല്ലേ? ഓ, താൻ പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നല്ലോ. അല്ല, നമ്മള് രണ്ടുപേരും ഒന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ രണ്ടുപേരും ദിവസവും ദുരന്തമാവത്തില്ലായിരുന്നോ? അതെ അതെ, എന്നാ കേട്ടോ. അല്ല, പേര് പറഞ്ഞില്ലല്ലോ. പേരറിയണ്ട. എന്താ? പേര് പറഞ്ഞ താനേ ഇൻസ്റ്റഗ്രാം നോക്കണം, പിന്നെ റിക്വസ്റ്റ് ഇടണം, മെസ്സേജ് അയക്കണം, പിന്നെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ആവണം. എന്തിനാ വെറുതെ റിസ്ക്? ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ചെയ്യുമല്ലേ? എന്റെ പേര് തന്റെ അടുത്ത് പറയണം, ഇൻസ്റ്റേ തപ്പണം, എനിക്ക് മെസ്സേജ് അയക്കണം, പിന്നെ നമ്മൾ എന്തെങ്കിലും ആവണം. ശരിയാവില്ലല്ലേ? ശരിയാവില്ല. ശരി എന്നാ ബൈ.